പരിപാടൻസിലേക്ക് സ്വാഗതം. ഇന്നൊരു വൈവിധ്യമാർന്ന ആഹാരത്തിൻ്റെ കാഴ്ചയാണ്. ചിങ്ങോലി ശ്രീ കാവൽപ്പടിക്കൽ ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന സപ്താഹത്തിൻ്റെ സത്യവിശേഷങ്ങളാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഏവർക്കും സ്വാഗതം. സംഘങ്ങൾ പോകാനായി കാവൽപ്പടിക്കൽ ദേവീക്ഷേത്രത്തിലെ 19ാമത് സപ്താഹ യജ്ഞമാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ യജ്ഞവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഭരണസമിതി വളരെ വലിയ ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിവസവും പ്രസാദ വിതരണത്തിന് വളരെ കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കും. ദിവസം ഏതാണ്ട് 5000-6000 പേരോളം ആ പ്രസാദം കൂട്ടിന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന രുക്മിണി സ്വയംവരത്തിന് നമ്മൾ സാധാരണ ഒരു കല്യാണത്തിനുള്ള വിഭവങ്ങളോട് കൂടി, അതായത് അടപ്രഥമൻ ഉൾപ്പെടെയുള്ള വിഭവങ്ങളോട് കൂടിയുള്ള സദ്യയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിന് നമ്മളൊരു കല്യാണത്തിന് എങ്ങനെ സദ്യ കൊടുക്കുന്നു അതേ രീതിയിലുള്ള സദ്യയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ക്രമീകരണങ്ങളും വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ നാളെ നടക്കാൻ പോകുന്ന കുചേലഗതിയിൽ അതിന് ശ്രീകൃഷ്ണനുണ്ടാകും, കുചേലനുണ്ടാകും, തോഴിമാരുണ്ടാകും, അതിനോട് ചേർന്നൊരു നൃത്യങ്ങളുണ്ടാകും. അങ്ങനെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സപ്താഹത്തിൻ്റെ ആദ്യ കാഴ്ച ചോറാണ്. ഇന്ന് രുക്മിണി സ്വയംവരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം കണ്ടമാനം ആൾക്കാർ വരും. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം ഇങ്ങനെ ചോറിങ്ങനെ വെന്തത ഇങ്ങനെ കൊണ്ട് പനമ്പായിൽ വിരിച്ചിട്ടേക്കുന്നതാണ് ഇവിടെ കാണുന്നത്. രുക്മിണി സ്വയംവരമായ ഇന്നത്തെ പ്രധാനപ്പെട്ട ഐറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിയൽ, പച്ചടി, പുളിശ്ശേരി, തോരൻ, സാമ്പാർ, അച്ചാർ, പിന്നെ ഈ ഐറ്റങ്ങളാണ്. പരിപ്പ്, പപ്പടം, അടപ്രഥമൻ, ചോറ്. ഏതാണ്ട് 25 വരെ അരിയുടെ ചോറാണ് നമ്മൾ വെച്ചത്. അതിൻ്റെ വിഭവങ്ങളെല്ലാമാണ് തയ്യാറാക്കിയത്. ഒരു വാർപ്പിലിങ്ങനെ അരി വെന്തുകൊണ്ടിരിക്കുന്നു, കോരുന്നു. അത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ, അയ്യങ്കാട്ടിൽ ഉണ്ണികൃഷ്ണൻ്റെ പരിപാടിയാണത്. ക്യാബേജ് അഴിയുവാണ് അല്ലേ? ക്യാബേജ് ഇവിടെ 2-3 പേര് ക്യാബേജിൻ്റെ പരിപാടിയാണ്. ക്യാബേജ് അരിയുകയാണ്. ഇങ്ങനെ തക്കാളി, പച്ചമുളകൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മധ്യ കേരളത്തിലെ പ്രശസ്തമായ ശ്രീ ഭദ്രകാളി ക്ഷേത്രമായ കാവൽപ്പടിക്കൽ ദേവീക്ഷേത്രത്തിലെ 19ാം സപ്താഹത്തോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ഭക്ഷണ വിതരണത്തിനായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. പ്രസാദ വിതരണം എന്ന നിലയിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം മികച്ച രീതിയിൽ നൽകുവാൻ ഇവിടെ ഭരണസമിതിക്കും ഉപദേശ സമിതിക്കും മാതൃസമിതിക്കും ആകുന്നുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവൻ നല്ല രീതിയിലുള്ള ഭക്ഷണം നൽകുവാനാണ് ഇവിടെ ഇതുവരെ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ തന്നെ വിവിധ ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള ഭക്ഷണം നൽകുവാനും ഓരോ ദിവസത്തെയും പ്രാധാന്യമനുസരിച്ചുകൊണ്ട് വഴിപാടുകളുടെ രീതിക്കനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ സദ്യക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് തേങ്ങ. വേണ്ട ഒരു സഹോദരനിൽ നിന്നിങ്ങനെ തേങ്ങ പൊതിച്ച് ഇടുകയാണ്. അവിയലങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വാർപ്പിൽ അവിയലങ്ങനെ തേങ്ങയും കഷ്ണങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്യുകയാണ്. ചോറിങ്ങനെ പകർന്ന് വെച്ചേക്കുകയാണ്. ഒരു സൈഡിലിങ്ങനെ കൂട്ടാൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നു.